2021 ഒക്ടോബർ മാസത്തിൽ വലിയൊരു പ്രളയമുണ്ടായ സ്ഥലമാണ് കൊക്കയാർ പഞ്ചായത്ത്. ഈ കൊക്കയാർ പഞ്ചായത്തിലെ രാത്രി 12 മണി ഒരു വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ചപ്പാത്ത് പാലം പൂർണ്ണമായും കരകവിഞ്ഞ് ഒഴുകുകയായിരുന്നു. നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ടില്ല, മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ടില്ല. എങ്കിൽ കൂടി തോടിന് സൈഡിലുണ്ടായിരുന്ന 10ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെമ്പിളി, നാരകമ്പുഴ, പൂവഞ്ചി മേഖലകളിലെ തോടിനോട് ചേർന്നുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. നാരകമ്പുഴയിൽ രാത്രി CSI ഹാളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് 10ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മുണ്ടക്കയം കല്ലേപ്പാലം അംഗനവാടിയിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഉയർന്ന സ്ഥലങ്ങളിലിരിക്കുന്ന വീടുകളിലേക്കൊക്കെ ആയിട്ട് പല ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആശ്വാസകരമാകുന്നത് ജലനിരപ്പ് അല്പം താഴാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, എല്ലാവരെയും പെട്ടെന്ന് തന്നെ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഇടപെട്ട് വീട്ടിൽ നിന്ന് മാറ്റാൻ സാധിച്ചു അല്ലേ? വേഗം തന്നെ ഇടപെടാൻ സാധിച്ചു. തന്നെ ആളുകളൊക്കെ പൊതുജനങ്ങളെല്ലാം ഒന്നടങ്കം പോലീസിന്റെയും ഒക്കെ സഹായത്തോടെ ആളുകളൊക്കെ ഒന്നടങ്കം രാത്രി തന്നെ എത്തിയിരുന്നു. 12 മണി 1 മണിയോടുകൂടിയാണ് ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ആളുകളെ മാറ്റാൻ സാധിച്ചിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കമാണോ ഇത്തവണ ഉണ്ടായത്? കഴിഞ്ഞ വർഷങ്ങളിലേക്കാളൊക്കെ സംബന്ധിച്ച് 2021 പ്രളയമുണ്ടായ സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിൽ എല്ലാവരും വലിയ ഭീതിയിലായിരുന്നു. പ്രളയം വീണ്ടും ആവർത്തിക്കപ്പെടുകയായിരുന്നു എന്നുള്ള വലിയ ആശങ്കയിലാണ് ജനങ്ങളൊക്കെ. എല്ലാവരും ഉറങ്ങാതെ ഇന്നലെ ആരും തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എല്ലാവരും ഇപ്പോഴും ഉണ്ട് അവിടെ പ്രദേശത്തുണ്ട്, ഇടപെടുന്നുണ്ട്. ഇപ്പോഴും സജീവമായി ഇടപെടുന്നുണ്ട്, എല്ലാവരും ഇടപെടുന്നുണ്ട്. മഴ ഏറെക്കുറെ അവസാനിച്ചോ അതോ മഴ ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. ചെറിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. വെള്ളം ഇറങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? വെള്ളം ഇറങ്ങാൻ താഴാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഇപ്പോൾ അയ്യൂബ് കൊക്കയാറിന്റെ പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ 2021 പ്രളയമുണ്ടായ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രതയിലായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാത്രി വലിയ മഴ പെയ്തു. 10ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 10 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്.